ഇന്നലെ എൻ്റെ 84 വയസ്സുള്ളൊരു പേഷ്യൻ്റ്, പുള്ളിക്കാരിക്ക് ഹിയറിംഗ് ലോസ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നമുക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് എന്തുകൊണ്ട് എന്നോട് നേരത്തെ ആരും പറയാതിരുന്നത്, ഞാനത് അറിയണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു ആ ക്വസ്റ്റ്യൻ. കാരണം ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. നമുക്ക് വാർണിങ്സ് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അതായത് കുഞ്ഞുനാളിൽ നമുക്കറിയാം, പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടൂല, പിന്നെ നന്നായിട്ട് പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ നമുക്ക് വലുതാകുമ്പോൾ അസുഖം വരും, പഞ്ചസാര കഴിച്ച ഡയബറ്റീസ് വരും, ഉപ്പ് കഴിച്ച പ്രഷർ വരും, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്കറിയാത്ത വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളത് അത്രയും ചിന്തിക്കാത്ത വലിയൊരു കാര്യമാണ്, നമ്മൾ മുതിർന്ന് വരുമ്പോൾ നമുക്ക് പാരൻസിനെ നഷ്ടപ്പെടുമെന്നും, ചിലപ്പോൾ പാരൻസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ നഷ്ടപ്പെട്ടതുപോലെ. കാരണം എൻ്റെ ഉമ്മച്ചിക്കൊരു അവസാനമൊക്കെ ആയപ്പോൾ ഉമ്മച്ചിക്ക് ഓർമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഉമ്മച്ചിക്ക് കൺഫ്യൂഷനായിരുന്നു, ഞാൻ ഉമ്മച്ചിയുടെ മോളാണോ അതോ അനിയത്തിയാണോ എന്ന്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിപ്പിൽ ഉരുകിത്തീരുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരുമെന്നും നമുക്ക് നമ്മുടെ പാരൻറ്റിനെ നഷ്ടപ്പെടുമെന്നും ആ ഒരു വേദന ഒരിക്കലും നമുക്കത് റിക്കവർ ആവാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് വാർണിംഗ് തരണമായിരുന്നു. എൻ്റെ എല്ലാ ഉടായ്പിനും കൂടെ നിന്നിട്ടുള്ള എൻ്റെ എപ്പോഴൊക്കെ വീണു പോകുമ്പോഴും അവിടെയൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുള്ള ആളാണ് ഉമ്മച്ചി പോലും പറഞ്ഞു തന്നിട്ടില്ല ഇതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാകും എന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ചിലപ്പോൾ തോന്നും, അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഉമ്മച്ചിയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെ നേരത്തെ പറയാമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ ചിലപ്പോൾ തോന്നുമില്ല, ഞാൻ പറയാൻ പറ്റുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ലവ് ലാംഗ്വേജ് എപ്പോഴും എക്സ്പ്രസീവാണ്. കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും കുറച്ചുകൂടെ കത്തുകൾ എഴുതണമായിരുന്നു എന്നൊക്കെ. ഉമ്മച്ചി അവസാനം എഴുതിയൊരു കത്തിൻ്റെ ചെറിയൊരു കഷ്ണം ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കാണുമ്പോൾ തോന്നും, ഉമ്മച്ചിക്ക് എഴുതാൻ പറ്റുന്ന സമയത്ത് കുറച്ചുകൂടെ കത്ത് എഴുതിപ്പിക്കണമായിരുന്നോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. കുറച്ചുകൂടെ ഉമ്മച്ചിയുടെ ഫോട്ടോസ് എടുത്ത് വെക്കണമായിരുന്നോ, വീഡിയോസ് എടുത്ത് വെക്കണമായിരുന്നോ. അപ്പോൾ ഉമ്മച്ചിക്ക് അവസാനമൊക്കെ ആയപ്പോൾ സ്നാപ്ചാറ്റിലെ ഫിൽറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരി ചിരിക്കുമായിരുന്നു. കൂടെ നിൽക്കുന്ന ഞാനാണ്, പക്ഷെ ഞാൻ ആരാണെന്ന് എക്സാക്ട്ലി അറിയില്ലെങ്കിലും ആരോ ആണ്, ഇയാളെന്നെ ചിരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഉമ്മച്ചിക്ക്. അപ്പോൾ ചിലപ്പോൾ തോന്നും അങ്ങനത്തെ കുറേ ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് കളിപ്പിച്ച് ഒക്കെ എടുത്ത് വെക്കണമായിരുന്നോ എന്നൊക്കെ തോന്നും. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇഷ്ടമാണെന്ന്. ഈവൻ ഉമ്മച്ചിയുടെ പോകുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് കൂടെ ഉണ്ടാവാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മച്ചി ICUവിലാണ്. അപ്പം വാപ്പച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ ഉമ്മച്ചി പോവും. അപ്പോൾ ഉമ്മച്ചിയുടെ സിസ്റ്ററും ഉണ്ട്, പുള്ളിക്കാരി എന്നെ വിളിച്ചു പറഞ്ഞു, താത്ത പോവും മോളത് പ്രതീക്ഷിച്ചോണം എന്ന് പറഞ്ഞപ്പോൾ ഇവരോട് രണ്ടുപേരോടും ഞാൻ ഒരു കാര്യമേ പറഞ്ഞോളൂ, ഒന്ന് ICUവിൽ കയറാൻ പറ്റുമെങ്കിൽ കയറിയിട്ട് ഒന്ന് ചെവിയിലൊന്ന് പറയുമോ, എനിക്ക് ഉമ്മച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വാപ്പച്ചി പറഞ്ഞത്, ഉമ്മച്ചി അത് കേട്ടപ്പോൾ ഉമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ കാര്യമാണ്, വലിയ ഇഷ്ടമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തിനാ ഇപ്പം ഞാൻ എടുക്കുന്നതെന്ന് ചോദിക്കും. അതായത് നമ്മുടെ നാട്ടിലിപ്പം ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അച്ഛനും മക്കളും എന്നൊക്കെ തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെ, അതൊക്കെ വളരെ നോർമലാണ്. പക്ഷെ വേറെ കുറേ കാര്യങ്ങളിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇവർ പലരും ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം അത് നമ്മുടെ നാട്ടിൽ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ പാരൻസിനെ ഒന്നും നമ്മൾ വിട്ടുപോകത്തില്ല, അവരെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൂട്ടത്തിൽ കാണും. ആ കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. പക്ഷെ അല്ലാതെ ലവ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. എൻ്റെ വീട്ടിലെ കാര്യമല്ല, എൻ്റെ ചില ക്ലോസ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ വലുതായാലും അമ്മയെ അച്ഛനെയൊക്കെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതത്ര കോമൺ അല്ല. അപ്പം ഞാൻ പറഞ്ഞതാ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ അമ്മയെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, പറയുക, ഇഷ്ടമാണെന്ന് പറയുക, എക്സ്പ്രസ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഒരു ദിവസം നമ്മളത് പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാകാൻ പറ്റുന്നൊരു സമയം എത്തും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അതുകൊണ്ട് എക്സ്പ്രസ്, ലെറ്റ് ദം നോ ദാറ്റ് യു ലവ് ദം, ലെറ്റ് ദം നോ ദാറ്റ് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു യു. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു നാണക്കേടും ഇല്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.